ഹായ് ഓൾ, ഒരു കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ്, ആംഫി രജിസ്റ്റേഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ആരാണ് ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ എന്നുള്ളതാണ്. ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ എന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിന്റെ ഉയർച്ചയോ അല്ലെങ്കിൽ താഴ്ചയോ ഭയപ്പെടാതെ അല്ലെങ്കിൽ അതിയായ ആവേശം കാണിക്കാതെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന പദ്ധതി പ്രകാരം ഒരു നിക്ഷേപം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ഏതൊരു ഇൻവെസ്റ്റ്മെന്റിലാണെങ്കിലും ഒരു ഡിസിപ്ലിനോട് വ്യക്തികൾക്ക് മാത്രമേ ഫ്യൂച്ചറിൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് നമുക്കൊരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റേഴ്സിന് വേണ്ട എന്നതാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഉള്ള സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ ആകാം എന്നതാണ്. ആദ്യത്തേത്, മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് SIP കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, അവര് വികാരങ്ങൾക്കല്ല പദ്ധതികൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് എന്നതാണ്. മൂന്നാമത്തെ കേസ്, അവര് ഷോർട്ട് ടൈമിലേക്ക് ഉള്ള ഗോൾസുകളല്ല ലോങ് ടൈം വിഷനിലൂടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതാണ്. നാലാമത്തത്, വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുകയും വേണ്ട മാറ്റങ്ങൾ അവര് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തത്, മാർക്കറ്റിന്റെ താഴ്ചയിൽ അവര് നിക്ഷേപം നിർത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ ആകുകയും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാനും ഫ്യൂച്ചറിൽ നല്ലൊരു വെൽത്ത് ക്രിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് നേടുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഈ ഡിസിപ്ലിൻ നമ്മളെ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.